ഹലോ ക്ലേഷേഴ്സ്, എല്ലാവർക്കും സുഖല്ലേ? നമുക്കിപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലെവൽ 6 പ്ലാനാണ്. ആ ഒരു അയൺ ത്രോൺ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിലിപ്പോൾ നോക്കുമ്പോൾ അവരുടെ വിൻ സ്ട്രീക്കൊക്കെ നോക്കുമ്പോൾ 4 ഉണ്ട്, 35 വാർ ജയിച്ചിട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തന്നെയാണ്. ഇതിൽ മെയിനായിട്ടൊരു ടൗൺ ഹാള് 15, ഒരു 14, 2 13, അതേപോലെ 2 12, ഒരു 11, ഒരു 10, ഒരു 8, ഒരു 5. നമ്മുടെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ 2 15 ഉണ്ട്, ഒരു 13 ഉണ്ട്, 3 12, 2 9, ഒരു 5ഉം ഒരു 4ഉം. അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ നമ്മുടെ. അപ്പോൾ നമുക്ക് അവരുടെ എന്തായാലും ബേസ് ഒന്ന് നമുക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. അപ്പം എങ്ങനെയുണ്ട്, നമ്മൾ ഈ വാർ ജയിക്കുമോ ജയിക്കില്ലേ നമുക്ക് നോക്കിയിട്ട് വരാം. എൻ്റെ ഒരു ഊഹം വെച്ച് ഇതും നമ്മൾ നോർമലി പോലെ 30 സ്റ്റാർ അടിച്ച് നമ്മൾ ജയിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഒരു 99.9% നമ്മൾ ജയിക്കും എന്നിങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും നോക്കി നോക്കാം അവരുടെ ബേസ് എങ്ങനെയുണ്ടെന്ന്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേസാണ്. അതിന് ആകെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹീറോസ് തന്നെയാണ്. നമുക്കിനി അടുത്ത ബേസ് നോക്കി നോക്കാം, രണ്ടാമത്തെ. ഇതിൽ വെച്ച് നോക്കുമ്പോഴും ഓക്കെ, കുഴപ്പമില്ല. ഇതിലും ഹീറോസ് തന്നെയാണ് നമുക്ക് ഇതിലും കാണുന്നത്. അതേപോലെ തന്നെ ഇതിലത്ര മാക്സ് ഒന്നുമല്ല. ഇവരെല്ലാം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറിൻ്റെ മാപ്പ് മൊത്തം ചേഞ്ച് ചെയ്തിട്ടേക്കാണ്. സോ വാർ തുടങ്ങുമ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ബേസ്. ഇത് ഓക്കെ, ഇതും മാക്സ് ഒന്നല്ല, ഇതൊക്കെ നമുക്ക് എന്തായാലും ക്ലിയർ ആവുന്നതാണ്. നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 2 അറ്റാക്ക് കിട്ടും. എങ്ങാനും ഒരെണ്ണം മിസ്സായി പോയാലും തന്നെ നമുക്ക് വേറൊരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അതിനടിച്ച് നമുക്കത് ഈക്വലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ടൗൺ ഹാളല്ലേ വരുന്നത്. സോ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അവർക്കുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് മീൻസ് ഒരാൾക്ക് 2 അറ്റാക്ക് കിട്ടുന്നുണ്ട്. അപ്പം 5 അടിച്ചാലും തന്നെ നമുക്ക് ക്ലിയർ ആവും. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വാർ ഇടുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ക്ലാനിൽ മെമ്പേഴ്സ് ഇല്ലല്ലോ. സോ അതിൻ്റെ ബേസിൽ നമ്മൾ 10 പേരല്ലേ ഇടുന്നത്. നമുക്ക് ക്ലാനിൽ 15 പേരുണ്ട്. പക്ഷേ എങ്ങാനൊന്നുമേ 15 പേരെ വാർ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരെണ്ണം അല്ലെങ്കിൽ 2 3 മിസ്സായി പോയി നോക്കി, പക്ഷെ നമുക്ക് ആ ലാസ്റ്റ് 6 നമുക്ക് പിന്നെ കിട്ടില്ലല്ലോ. പിന്നെ അടിയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴായാലും ഇതിൽ എല്ലാം വെറുതെ ഒരു ഡമ്മി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇതൊക്കെ ഞാൻ തന്നെ ക്ലൈൻ തുടങ്ങിയ ടൈമിൽ ഉണ്ടാക്കിയതാണ്. 1 2 3 4 5 6 വരെ അതിൽ ഡമ്മി അക്കൗണ്ടാണ്. അപ്പം നമുക്ക് അതിൽ 6 നമുക്ക് 6 അറ്റാക്ക് നമുക്ക് എങ്ങാനും എന്തെങ്കിലുമൊക്കെ പറ്റി മുകളിൽ ഒരു സ്റ്റാർ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അറ്റാക്കും കൂടി നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണ്ടേ. സോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഇപ്പോഴും 10 പേരെ അറ്റാക്കിന് ഇടുന്നത്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് തന്നെ നമുക്ക് പ്ലാനിൻ്റെ വാറിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി പോവാം. ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി നമ്മൾ 6 വാർ നമ്മൾ കളിച്ചിട്ടുണ്ട്. അതിൽ 6ഉം വിൻ തന്നെയാണ് വാർ വിൻ സ്ട്രീക്ക്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാനിൽ ഇട്ടേക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി മെയിനായിട്ട് ഇടുന്നത് ഹൈസ്കൂളിലാണ്. വേറെ ഒന്നുമല്ല, ഹൈസ്കൂളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്ത് കയറി വരുമ്പോൾ അവരത് കുറച്ചൊന്ന് ഫ്രീസ് ആവും. ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഫ്രീസ് ആകുമ്പോൾ നമ്മുടെ ഡിഫൻസിനൊരു അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇതിപ്പോൾ ഇട്ടേക്കുന്നത്. എന്തായാലും ഇപ്പോൾ വാർ സ്റ്റാർട്ട് ചെയ്ത് വാറിൻ്റെ റിസൾട്ട്സ് ആയിട്ട് ഞാൻ വരാം.